RF, KP രണ്ടാം ബറ്റാലിയൻ എന്നിവിടങ്ങളിൽ വിവിധ ചുമതലകൾ കാര്യക്ഷമമായി നിർവഹിച്ചു. തുടർന്ന് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ MSP തികച്ചെത്തി സേവനം തുടർന്നുവരുന്നു. Government College Malappuram Nightingale Hari Shiva Sundar. ഒൻപതാമത് പ്ലറ്റൂൺ ജൂനിയർ NCC ഹയർ സെക്കൻഡറി സ്കൂൾ മലപ്പുറം Nightingale Shri Hari P. 11ാമത് പ്ലറ്റൂൺ ജൂനിയർ NCC ഗേൾസ് സീനിയർ NCC ഗേൾസ് 12ാമത് SPC ബോയ്സ് വിഭാഗം MSP ഹയർ സെക്കൻഡറി സ്കൂൾ മലപ്പുറം നയിക്കുന്നത് മുഹമ്മദ് ഷാദിൽ വി. നയിക്കുന്നത് ശ്രേയ പ്രദേശ് കെ. 16ാമത് പ്ലറ്റൂൺ MSP ഹയർ സെക്കൻഡറി സ്കൂൾ. 8ാമത് പ്ലറ്റൂൺ SPC ഗേൾസിൽ IGMMR സ്കൂൾ നിലമ്പൂരിൽ നയിക്കുന്നത് ദൃശ്യ BS. ഇന്നത്തെ പരേഡിൽ മാഹി ഹാരിസ് നയിക്കുന്ന സീനിയർ സ്കൗട്ട് ബോയ്സ് MSP HSS മലപ്പുറം പ്ലറ്റൂൺ, ജൂനിയർ സ്കൗട്ട് ബോയ്സ് AUPS മലപ്പുറം പ്ലറ്റൂൺ നയിക്കുന്നത് മുഹമ്മദ് ഹയാൻ. 23ാമത് 31ാമത് ഫാത്തിമ ഷിബ P, ആയിഷ റമീൻ, ശ്രേയ K, ഫാത്തിമ നിയ KP, സജിൽ E, ഗൗരി ശങ്കർ, മീന ബക്കർ, ഫാദിയ M, P എന്നിവരടങ്ങുന്ന ഒരുക്കുന്നത്. തന്റെ കഴിവും അനുഭവ സമ്പത്തും പ്രയോജനപ്പെടുത്തി സമർപ്പിതവും മാതൃകാപരവുമായ സേവനത്തിന് 2007 മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ച അദ്ദേഹം 2019 കേന്ദ്രമന്ത്രിയുടെ സ്പെഷ്യൽ ഓപ്പറേഷൻ മെഡൽ ശ്രീമതി ചൈത്ര തെരേസ ജോൺ IPS അവർക്ക് ചേരുകയും ഉപചാരം അർപ്പിക്കുകയും ചെയ്യുന്നു. മുരളി കളിച്ചിട്ട് ഡ്രോണ് ആ മുന്നിൽ കൂടെ വരാം.
തുടർന്ന് വിശിഷ്ടാതിഥി ദേശീയ പതാക ഉയർത്തുന്നു. പരേഡ് മക്കളെ വല്ലാത്തൊരു ഹൈറ്റാണ്. Independence Day parade ready to inspection. Sir. വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ലൈസൻസിലൂടെ കടന്നു പോകുന്നത് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ അർജുൻ നയിക്കുന്ന MSPയുടെ പെട്രോൾ. ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നു സബ് ഇൻസ്പെക്ടർ നിഷാദ് അലി നയിക്കുന്ന DHQ മലപ്പുറം. ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു DHQ മലപ്പുറം വനിതാ വിഭാഗം. എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് TC നയിക്കുന്ന എക്സൈസ് വിഭാഗത്തിന് പെട്ടു വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു ലാൽ വി നാഥ് നയിക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പെട്ടു വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു സ്റ്റേഷൻ ഓഫീസർ ശ്രീ അബ്ദുൽ ഗഫൂർ M നയിക്കുന്ന ഫയർഫോഴ്സ് വിഭാഗത്തിന്റെ പെട്ടു വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു. ഇപ്പോൾ ഡാൻസിന് മുന്നിലൂടെ വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നത് ഗവൺമെന്റ് കോളേജ് മലപ്പുറത്തിന്റെ സീനിയർ NCC ബോയ്സ് പെട്രോൾ നയിക്കുന്നത് ഹരീഷ് P. തൊട്ടുപിറകിലായി ശിവസുന്ദർ നയിക്കുന്ന PSMO കോളേജ് തിരൂരങ്ങാടിയുടെ സീനിയർ NCC ബോയ്സ് പെട്രോൾ വിശിഷ്ടാതിഥി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു. തുടർന്ന് ജൂനിയർ
ജൂനിയർ NCC ബോയ്സിന്റെ MSP HSS മലപ്പുറം പെട്ടുകൊണ്ടേ നയിക്കുന്നത് ആയുഷ് കൃഷ്ണൻ TK. തൊട്ടുപുറകിലായി ശ്രീഹരി നയിക്കുന്ന ജൂനിയർ NCC ബോയ്സ് GBHS മലപ്പുറത്തിന്റെ പെട്ടുകൊണ്ട് വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു. വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ചുകൊണ്ട് 11ാമത് പ്ലറ്റൂൺ ജൂനിയർ NCC ഗേൾസ് MSP ഹയർ സെക്കൻഡറി സ്കൂൾ മലപ്പുറം നയിക്കുന്നു ലിയ ഫാത്തിമ. സന്തോഷായി. 12ാമത് പ്ലറ്റൂണിനെ നയിക്കുന്നു ദേവനാഥ് MSP HSS മലപ്പുറത്തിന്റെ സീനിയർ SPC. 13ാമത് പ്ലറ്റൂൺ SPC ബോയ്സിൽ MSP ഇംഗ്ലീഷ് മീഡിയത്തെ നയിക്കുന്നു അശ്വിൻ M. വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ച് കടന്നു പോകുന്നു 14ാമത് പ്ലറ്റൂൺ മുഹമ്മദ് ഷാദിൽ നയിക്കുന്ന MSP HSS മലപ്പുറം. 15ാമത് പ്ലറ്റൂൺ SPC ഗേൾസിൽ MSP ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നയിക്കുന്നു ശ്രേയ പ്രദോഷ്. വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ച് കടന്നു പോകുന്നു SPC ഗേൾസിൽ 16ാമത് പ്ലറ്റൂൺ ദിയ സാം നയിക്കുന്ന MSP ഹയർ സെക്കൻഡറി സ്കൂൾ മലപ്പുറം. 17ാമത് പ്ലറ്റൂണിനെ നയിക്കുന്നു മിൻഹ ഷെരീഫ് GBHSS മങ്കട. വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ച് കടന്നു പോകുന്നു IGMMR സ്കൂൾ നിലമ്പൂർ നയിക്കുന്നു ദൃശ്യ PS. തൊട്ടുപുറകിലായി സീനിയർ സ്കൗട്ട് ബോയ്സ് പെട്ടുകൊണ്ട് വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു MMBT HSS മേൽമുറി നയിക്കുന്നത് മുഹമ്മദ് ഷാജാ BP. അതിന് പുറകിലായി MSP HSS മലപ്പുറത്തിന്റെ സീനിയർ സ്കൗട്ട് ബോയ്സ് പെട്ടുകൊണ്ട് വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു നയിക്കുന്നത് നാഹിൽ ഹാരിസ്. ഇപ്പോൾ ഡയസിന്റെ മുന്നിലൂടെ വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നത് HMY HSS മഞ്ചേരിയുടെ പെട്ടുകൊണ്ടാണ് നയിക്കുന്നത് മുഹമ്മദ് മിൻഹാജ്. ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു മുഹമ്മദ് ഖായ നയിക്കുന്ന AUPS മലപ്പുറം. ഡയസിന് മുന്നിലൂടെ വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ച് കടന്നു പോകുന്നു ഫാസിൽ K നയിക്കുന്ന AMUP മുണ്ടുപറമ്പ്. വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നത് അനൈലിച്ചോ നയിക്കുന്ന സെന്റ് ജമാസ് HSS മലപ്പുറം. വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു അശ്വതി P നയിക്കുന്ന സെന്റ് ജമാസ് HSS. ഇന്നത്തെ സ്വാതന്ത്ര്യദിന പരേഡിന്റെ താളവും വേഗവും ഒരുമിച്ച് ബാൻഡ് മേളം വഹിക്കുന്ന സെന്റ് ജമാസിന്റെ ബാറ്റ് വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു. ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ച് കടന്നു പോകുന്നു തൊട്ടുപുറകിലായി മാളവിക പ്രവീൺ നയിക്കുന്ന MSP EMHS മലപ്പുറത്തിന്റെ പ്ലറ്റൂൺ വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു. ഫാത്തിമ മെഹ്റൂ നയിക്കുന്ന MMBT HSS മേൽമുറി ഈ സമയം വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു. 29ാമത് പ്ലറ്റൂൺ ജൂനിയർ ഗൈഡ്സിൽ ഫാത്തിമ ഷീദ MK AUPS മലപ്പുറം വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നു. 30ാമത് പ്ലറ്റൂൺ ജൂനിയർ ഗൈഡ്സിൽ AMUPS മുണ്ടുപറമ്പ് നയിക്കുന്നു മെഹന K. ജൂനിയർ റെഡ് ക്രോസ് ബോയ്സിന്റെ 31ാമത് പ്ലറ്റൂൺ MSP ഹയർ സെക്കൻഡറി സ്കൂൾ നയിക്കുന്നു അഹമ്മദ് ഷമാസ് MP. വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടക്കുന്നു 32ാമത് പ്ലറ്റൂൺ ജൂനിയർ റെഡ് ക്രോസ് ബോയ്സിൽ MSP ഇംഗ്ലീഷ് മീഡിയം മലപ്പുറം നയിക്കുന്നത് മുഹമ്മദ് അഫീൻ A. ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു 33ാമത് പ്ലറ്റൂൺ MSP HSS മലപ്പുറം നയിക്കുന്നത് അവന്തിക M. തുടർന്ന് വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു സിദ്ധ R നയിക്കുന്ന സെന്റ് ജമാസ് GHS മലപ്പുറം. തുടർന്ന്
വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു. GGHS മലപ്പുറത്തിന്റെ 35ാമത് പ്ലട്ടൂണിനെ നയിക്കുന്നത് ഫാത്തിമ ഹിബ. വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു. GVHSS നെല്ലിക്കുത്തിന്റെ പ്ലട്ടൂണാണ്. പ്ലട്ടൂണിനെ നയിക്കുന്നത് ഇഷ ബഹറിൻ പി. ഇപ്പോൾ പരേഡ് റിവ്യൂ ഓർഡറിൽ മാർച്ച് ചെയ്ത് ഹാൾട്ട് ആവുകയും വിശിഷ്ടാതിഥിക്ക് ഒരിക്കൽ കൂടി ഇപ്പോൾ ഇന്നത്തെ സ്വാതന്ത്ര്യദിന ആശംസ. ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യ ആഘോഷത്തിൽ ഇങ്ങനെ നിങ്ങൾക്കൊപ്പം പങ്കുചേരാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുകയാണ്. കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ ഈ നിമിഷത്തെ എൻ്റെ ജീവിതത്തിൽ തന്നെ അവിസ്മരണീയവും ജന്യവുമായ ഒരു മുഹൂർത്തമായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കൂടി ഉയർന്നു പറക്കുന്ന നമ്മുടെ അഭിമാനമായ ഈ ദേശീയ പതാകയ്ക്ക് കീഴിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് അവസരമുണ്ടായിരിക്കുകയാണ്. ആഗസ്റ്റ് 15 എന്നത് നമുക്ക് കലണ്ടറിലെ ഒരു അക്കം മാത്രമല്ല, ഒരു ജനതയുടെ മഹത്തായ ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഈ സ്വാതന്ത്ര്യം ഒരു ദിവസത്തെ പ്രഖ്യാപനം കൊണ്ട് നമുക്ക് ലഭിച്ചതല്ല. കർഷകരും തൊഴിലാളികളും വിദ്യാർത്ഥികളും അധ്യാപകരും എഴുത്തുകാരും മതപണ്ഡിതരും അങ്ങനെ എല്ലാവരും ചേർന്ന് നെയ്തെടുത്ത വലിയൊരു പോരാട്ടത്തിന്റെ ഫലമാണ് ഈ സ്വാതന്ത്ര്യം. ഈ മനുഷ്യരെല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നീതിയുടെ ഒരു ആഹ്വാനം നൽകി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഒരുപാട് അപൂർണതകൾ നിറഞ്ഞൊരു രാജ്യമാണ് ഇന്ത്യ. എത്രയോ മതങ്ങൾ, ജാതികൾ, ഉപജാതികൾ, ഭാഷകൾ, സംസ്കാരങ്ങൾ, ഈ വൈവിധ്യങ്ങളെല്ലാം ഇവിടെ നിലകൊള്ളുമ്പോഴും ഒരേ ഒരു വികാരത്തിൽ നമ്മൾ ഒന്നാകുന്നു. അത് ഇന്ത്യ എന്ന ഒരു വികാരമാണ്. ലോകത്ത് ഇങ്ങനെ ഒരു രാജ്യം വേറെ ഇല്ല. ഒരു രാഷ്ട്രത്തിനും ഇങ്ങനെ ഇനി ആവാനും കഴിയില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ മനസ്സ് എന്നും മതേതരമാണ്. ആ മഹത്തായ സൗന്ദര്യത്തെ ഇനി വരുന്ന തലമുറക്ക് കൂടി പകർത്തു കൊടുക്കുക എന്ന ദൗത്യമാണ് നാം ഓരോരുത്തരും ഇവിടെ നിർവഹിക്കപ്പെടേണ്ടത്. സ്വാതന്ത്ര്യത്തിന് യഥാർത്ഥ ശത്രു വിദേശ ഭരണം മാത്രമല്ല, വിഭജന മനോഭാവവും സ്വാതന്ത്ര്യത്തിന്റെ ശത്രുവാണ്. ഭാഷ, മതം, ജാതി, രാഷ്ട്രീയം എന്നിവയുടെ പേരിൽ മനുഷ്യൻ മനസ്സിൽ നിന്ന് അകന്നു പോകുന്നിടത്ത് സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം മങ്ങുകയാണ്. ഇന്ത്യയുടെ യഥാർത്ഥ മഹത്വം നമ്മൾ മറക്കരുത്. നമ്മളെല്ലാവരും രാഷ്ട്ര സേവകരാണെന്ന കാര്യം നമ്മളെല്ലാവരും ഓർക്കണം. നാടിന് വേണ്ടി ജീവൻ അർപ്പിച്ച ദേശസ്നേഹികളായ മനുഷ്യരെ ഈ സമയത്ത് നാം ഓർക്കണം. 79 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വിശുദ്ധവും നീതിയുക്തവുമായ ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടം ഓർക്കുന്നത് പോലും ഇന്നൊരു പോരാട്ടമാണ്. അതോടൊപ്പം സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു മുട്ടുസൂചി കമ്പനി പോലും ഇല്ലാതിരുന്ന ഈ രാജ്യത്തെ ഇന്ന് കാണുന്ന ഇന്ത്യയാക്കി വളർത്തിയെടുക്കുന്നതിൽ ദിശാബോധമുള്ള ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കം പിന്നീട് അതിനുശേഷം വന്ന ഭരണാധികാരികളൊക്കെ രാജ്യത്തെ കെട്ടിക്കൊടുക്കുന്നതിലും വളർത്തിയെടുക്കുന്നതിലും ആയിരുന്ന നായകന്മാരായിരുന്നു നമ്മളൊന്ന് ഓർക്കണം. അവരൊക്കെ നമ്മോട് ഇവിടെ പറഞ്ഞു പോയി. ഭരണഘടനയുടെ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാമെന്നും മതസൗഹാർദ്ദവും മനുഷ്യസ്നേഹവും വളർത്തുമെന്നും ഇന്ത്യയെ കൂടുതൽ നീതിയുള്ളതും സമാധാനപരമായ രാജ്യമാക്കാൻ ശ്രമിക്കുമെന്നും ഈ ദിവസം നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞ ചെയ്യാം. മലപ്പുറത്ത് നടക്കുന്ന സ്വാതന്ത്ര്യ സമര പരേഡിൽ പങ്കുചേർന്ന് സംസാരിക്കുമ്പോൾ മനസ്സ് ഏറെ അഭിമാനം കൊള്ളുകയാണ്. പിറന്ന നാടിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരുപാട് മഹാന്മാരെ പെറ്റ ഒരു നാടാണ് ഇത്. പിറന്നു വീണ മണ്ണിനോടുള്ള സ്നേഹം അവർക്ക് വിശ്വാസത്തിന്റെ ഭാഗവും ജീവിത ദൗത്യവുമായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ പോരാട്ടം വിജയിച്ചത്.
നമ്മുടെ ഈ ജില്ലയിൽ നമുക്കറിയാം മഹാനായ പാണക്കാട് പൂക്കോയ തങ്ങൾ, മഹാനായ അബ്ദുറഹ്മാൻ സാഹിബ്, EMS നമ്പൂതിരിപ്പാട്, MP നാരായണമേനൻ പോലുള്ള പ്രഗത്ഭരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടായിരുന്നു. അവരൊക്കെ നമ്മുടെ മലപ്പുറത്തിന്റെ ഒരു പൈതൃകം എന്ന് പറയുന്നത് സാഹോദര്യവും മതേതരവുമായിരുന്നു. ആരെയും ജാതി വിദ്വേഷം കടന്നുകൂടാത്ത ഒരു മലപ്പുറമാണ് ഇന്നും കേരളത്തിലും ഇന്ത്യക്കും അഭിമാനമായി നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ വളരെ അഭിമാനമുണ്ട്. യുദ്ധങ്ങളെല്ലാം ജയിച്ച് ഇവിടെ വന്ന വിദേശ ശക്തികളെ പരാജയപ്പെടുത്തിയവരുടെ പിന്തലമുറക്കാരാണ് നമ്മൾ. എത്രയോ പോരാട്ടങ്ങൾ ഈ മണ്ണിൽ നടന്നു. അവർ നമ്മുടെ പൂർവികരെ നാട് കടത്തി കൂട്ടം കൂട്ടമായി വെടിവെച്ചു കൊന്നു, ആട്ടിപ്പായിച്ചു, നമ്മുടെ സഹോദരിമാരുടെ മാനം കവർന്നു, സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചു. എന്നിട്ടും കടലിലും കരയിലും അവർ പൊരുതി. കുഞ്ഞാലി വരക്കാരൊക്കെ ഈ സമയത്ത് ഓർക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നാടിനെ സംരക്ഷിച്ചും ഒപ്പം മതമൈത്രിയും രാജ്യസ്നേഹവും പരസ്പര സ്നേഹവും അവർ നമ്മളെ പഠിപ്പിച്ചു. ധീരന്മാരായ ആ മനുഷ്യരുടെ അമരസ്മരണകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. എല്ലാ വിഭാഗങ്ങളെയും ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള പരിശ്രമം ഈ സർക്കാർ തുടരും. സ്ത്രീകളെയും അവരുടെയും സംരക്ഷിക്കപ്പെടണം. ഇന്ന് നമ്മളെല്ലാം കാണുന്ന ഒരു സാമൂഹ്യ വിപത്താണ് ലഹരി. ആ ലഹരിക്കെതിരെ പുതിയ ഗവൺമെന്റ് ബഹുമാനായ മുഖ്യമന്ത്രി PD സതീശന്റെ നേതൃത്വത്തിൽ ബഹുമാനായ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ബഹുമാനായ വ്യവസായ IT വകുപ്പ് മന്ത്രിയും മലപ്പുറത്തിന്റെ അഭിമാനമായ PK കുഞ്ഞാലി സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഞങ്ങളടങ്ങുന്ന ഗവൺമെന്റ് തൂഫാൻ എന്നൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ലഹരിക്കെതിരെയുള്ള പോരാട്ടം ചെറുപ്പക്കാർ ഏറ്റെടുക്കും. തൂഫാൻ എന്ന സർക്കാരിന്റെ ലഹരിവിരുദ്ധ പദ്ധതി നാടിന് നൽകിയ ആശ്വാസം ചെറുതല്ല. കൊടുങ്കാറ്റ് എന്നാണ് തൂഫാൻ എന്ന വാക്കിന്റെ അർത്ഥം എങ്കിലും ഈ കൊടുങ്കാറ്റിലൂടെ മയക്കുമരുന്ന് മാഫിയ തകരണം. ഈ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ സമൂഹം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയെ കുറിച്ച് നാം ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. അത് ലഹരി തന്നെയാണ്. ലഹരി നമ്മുടെ യുവതലമുറയുടെ സ്വപ്നങ്ങളെയാണ് ലക്ഷ്യമിടുന്നത്. ഒരു യുവാവിനെ ലഹരിയുടെ അടിമയാക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ഒരു വ്യക്തിയുടെ ഭാവി മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയും സമൂഹത്തിന്റെ ഊർജവും കേരളത്തിന്റെ ഭാവിയുമാണ്. ഈ വിപത്തിനെതിരെ കേരള സർക്കാർ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായി ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിതരണ ശൃംഖലയ്ക്കെതിരെയുള്ള ശക്തമായ നടപടി ഉറപ്പാക്കാനുള്ള ഒരു പ്രധാന ഇടപെടലാണ്. നമ്മളൊന്ന് ആലോചിക്കണം, 5-6 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൽ 22ാമത്തെ സ്ഥാനമായിരുന്നെങ്കിൽ നമ്മൾ അന്ന് പഞ്ചാബാണ് 1ാം സ്ഥാനത്തെങ്കിൽ ഇന്ന് പഞ്ചാബിനോടൊപ്പം എത്തുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറി എന്നതോടുകൂടി നമ്മൾ ചിന്തിക്കണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഓപ്പറേഷൻ തൂഫാൻ ഇതിനകം തന്നെ അതിന്റെ ശക്തി തെളിയിച്ചു കഴിഞ്ഞു. പ്രവർത്തനം ആരംഭിച്ച് 50 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് 6500-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 7500 ആളുകളെ 50 ദിവസം കൊണ്ട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ലഹരി വസ്തുക്കളുടെ ഉറവിടം, അത് വിതരണം ചെയ്യുന്ന ശൃംഖലകളും കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ഈ നടപടി ലഹരി മാഫിയക്കെതിരായ കേരളത്തിന്റെ പോരാട്ടം കേരളം പ്രഖ്യാപനമല്ലെന്നും ശക്തമായ നിയമ നടപടികളുടെ നടപ്പാക്കുകയാണെന്നാണ് തെളിയിക്കുന്നത്. അതുകൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ ഒരു പോലീസ് നടപടിയോ അല്ലെങ്കിൽ എക്സൈസിന്റെ മാത്രമായ ഒരു പദ്ധതിയായി കാണാൻ കഴിയില്ല. ഇത് നമ്മുടെ യുവതലമുറയുടെ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു സാമൂഹ്യ പോരാട്ടമാണ്. ലഹരി വിൽക്കുന്നവരോട് നമുക്കൊരു പ്രതിജ്ഞ എടുക്കണം, വിട്ടുവീഴ്ചയില്ല. ലഹരി എത്തിക്കുന്നവരോട് ഒരു വിട്ടുവീഴ്ച ഇല്ല. യുവാക്കളെ ലഹരിയിലേക്ക് തള്ളിവിടുന്ന സ്ത്രീകളോട് വിട്ടുവീഴ്ചയില്ല. അതേസമയം ലഹരിയുടെ ഇരകളായവരോട് നമുക്ക് കരുതൽ ഉണ്ടാകണം. അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയല്ല, ചികിത്സയും പിന്തുണയും പുനരധിവാസവും നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു കർമ്മ പദ്ധതി കൂടി സംസ്ഥാന സർക്കാർ തുടക്കം കുറിക്കുകയാണ്. ഈ പോരാട്ടത്തിൽ സർക്കാരിന് മാത്രം വിജയിക്കാനാവില്ല. മാതാപിതാക്കൾ, അധ്യാപകർ, യുവജന സംഘടനകൾ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, മത സാമൂഹ്യ കൂട്ടായ്മകൾ എല്ലാവരും ഈ ദൗത്യത്തിന്റെ ഭാഗമാണ്. നമ്മുടെ വിദ്യാലയങ്ങളും കോളേജുകളും ലഹരിക്കെതിരായ ജാഗ്രതയുടെ കേന്ദ്രങ്ങളാണ്. നമ്മുടെ വീടുകൾ യുവാക്കൾക്ക് തുറന്നു പറയാനും സഹായം തേടാനും കഴിയുന്ന ഇടങ്ങളാണ്. നമ്മുടെ സമൂഹം ലഹരിയെ സാധാരണവൽക്കരിക്കുന്ന ഒരു സാഹചര്യവും അനുവദിക്കരുത്. നമുക്കെല്ലാവർക്കും വേണ്ടി ഒരു പുതിയ കേരളം നിർമ്മിക്കണം. നമ്മുടെ ചെറുപ്പങ്ങൾക്ക് പ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകണം. കൂടുതലൊന്നും തന്നെ ഞാൻ പറയുന്നില്ല. പുതിയൊരു ഗവൺമെന്റ് വന്നു. 10 കൊല്ലമായി എല്ലാ രംഗത്തും മലപ്പുറത്തിനോടും മലബാറിനോടും അവഗണന കാണിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു പുതുയുഗ പിറവി കേരളത്തിലാണ് ബഹുമാനായ മുഖ്യമന്ത്രി PD സതീശന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പുതിയ ഐക്യ ജനാധിപത്യ സർക്കാർ രൂപം കൊടുക്കുന്നത്. മലപ്പുറം എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ആരാന്റെ വരകണ്ടികളും വെള്ളം തോറിയുമായിരുന്ന സമൂഹം എല്ലാ അർത്ഥത്തിലും പിന്നോക്കം നിന്നുള്ള ഒരു
സമൂഹം, മഹാനായ പാണക്കാട് പൂക്കോട്ടനും മഹാനായ പാണക്കാട് ചെയ്ത് മുഹമ്മദ് ഷിഹാബ്. ഇപ്പോൾ എന്റെ പാർട്ടിയുടെ അഭിനന്ദനായ മതേതര കേരളത്തിന്റെ മുഖമായ ബഹുമാനായ പാണക്കാട് ചെയ്ത് സാദിഖലി ഷിഹാബ് എപ്പോഴും പറയും മലപ്പുറത്തിനെ നമുക്ക് മാറ്റണം, ലോകത്തിന്റെ നെറുകയിൽ കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റ് ഒരുപാട് പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. മലപ്പുറം എന്ന് പറയുന്ന ഈ പ്രദേശത്ത് സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റിന് പൊതുമരാമത്ത് വകുപ്പ് ബഹുമാനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, നിങ്ങളുടെ ജനപ്രതിനിധി, കേരള രാഷ്ട്രീയത്തിലെ മുടിചൂടാവനായ നേതാവ്, അദ്ദേഹത്തിന്റെ ഒക്കെ ശ്രമഫലമായി അദ്ദേഹത്തിന്റെ ഒക്കെ സഹായത്തോടു കൂടി ബഹുമാനായ തങ്ങളുടെയൊക്കെ നിർദ്ദേശപ്രകാരം മലപ്പുറം സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റിന് വളരെ ബ്യൂട്ടിഫിക്കേഷൻ നടത്തി 100 കോടി രൂപയുടെ പദ്ധതിക്കാണ് സംസ്ഥാന സർക്കാർ തുടക്കം കുറിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും ഗതാഗതത്തിലുള്ള ഒരു പ്രദേശമാണ് മഞ്ചേരി സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ്. അവിടെ 75 കോടി രൂപയുടെ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. അതുപോലെ ഏറ്റവും അധികം പ്രയാസം നമ്മൾ അനുഭവിക്കുന്ന ഇവിടുന്ന് പെരുന്തൽമണ്ണയിലേക്ക് പോകാൻ, പെരുന്തൽമണ്ണയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഉറവടം മുതൽ ഒരു ബൈപ്പാസിന് തുടക്കം കുറിക്കുകയാണ്. 350 കോടി രൂപയുടെ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. പൊതുമരാമത്ത് നേതൃത്വത്തിൽ അതിന് സ്ഥലമെടുപ്പ് കാര്യങ്ങളും ഒക്കെ നടത്തി ഉടൻ തന്നെ ആ പ്രവൃത്തി ആരംഭിക്കുന്നതിനുള്ള ഒരു നടപടി ഉണ്ടാകുമ്പോൾ ആ ഗതാഗതത്തിന് ഒരു ശമനം ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ കൊണ്ടോട്ടിയിലേക്ക് പോകുമ്പോൾ മോഹത്ത് ഒരു ബൈപ്പാസ്, അതിനുള്ള നടപടികൾ ആരംഭിച്ചു, സർവേ നടപടികൾ ആരംഭിച്ചു. അതുപോലെ തന്നെ കൊണ്ടോട്ടിയിലുള്ള തന്നെ എന്റെ മുൻകാല നമ്മുടെ MLA ഒക്കെ ദേവി പ്രായ സാഹിബ് അടക്കമുള്ള ആളുകളൊക്കെ അവിടെ ഇടവണ്ണപ്പാറ ജംഗ്ഷനിൽ ഒരു ഗതാഗതമുണ്ട്. അതുകൊണ്ട് മലപ്പുറത്തെ സിറ്റി ഒരു ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ്, അതായത് അത് പെരിന്തൽമണ്ണയിലും അതുപോലെ തന്നെ തിരൂരും അതുപോലെ കോട്ടക്കലും അതുപോലെ തന്നെ മഞ്ചേരിയിലും അതുപോലെ തന്നെ അരീക്കോടും ഒക്കെ ഉള്ള പ്രദേശങ്ങൾ, ഇടവണ്ണപ്പാറയുള്ള പ്രദേശങ്ങൾ ഒക്കെ ഒരു പുതിയ ഒരു ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് പദ്ധതിക്ക് ഗൾഫ് മോഡലിൽ നല്ല ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ജംഗ്ഷൻ റോഡ് ഇംപ്രൂവ്മെന്റ് ഈ കാലഘട്ടത്തിൽ, ഈ ഗവൺമെന്റ് കാലഘട്ടത്തിൽ പ്രാവർത്തികമാക്കുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അതുപോലെ തന്നെ മലപ്പുറത്തിന്റെയും മലബാറിന്റെയും സ്വപ്നമാണ് നമ്മുടെ മക്കൾ, കുട്ടികൾ എല്ലാവരും. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജ്വരമാണ്. ഈ സംസ്ഥാന ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ബഡ്ജറ്റിൽ ബഹുമാനായ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു മലപ്പുറത്ത് ലോകോത്തര നിലവാരമുള്ള ഒരു ഫുട്ബോൾ അക്കാദമി ഉടൻ തന്നെ നിലവിൽ വരുന്നുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. 100 കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ ബഡ്ജറ്റിൽ അത് നീക്കിവെച്ചത്. സ്ഥലം കണ്ടെത്തി ഏറ്റവും സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് 100 കോടി രൂപ ചെലവിൽ മലപ്പുറത്ത് ഒരു ഫുട്ബോൾ അക്കാദമി ഉണ്ടാവും. അതുപോലെ തന്നെ മലപ്പുറത്ത് ജില്ലയുടെ ആസ്ഥാനത്ത് ഒരു ക്യാൻസർ ആശുപത്രി വരാൻ പോവുകയാണ്. ഇതിനൊക്കെ പറയുമ്പോൾ എനിക്ക് നാട്ടുകാരോട് പറയാറുണ്ട്, എന്റെ പ്രസംഗം കേൾക്കുന്ന എന്റെ നാട്ടിലെ എല്ലാവരോടും പറയുന്നത്, പരമാവധി സ്ഥലം വിട്ടുകൊടുക്കുന്നതിന് നിങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്ന് പൂർണ്ണമായ സഹായ സഹകരണം കൂടി ഉണ്ടാകണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാം. അതുപോലെ തന്നെ ഞാൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ പോയി, ഉപരിതല ഗതാഗത മന്ത്രി ഗഡ്കരിയെ പോയി കണ്ടിരുന്നു. അദ്ദേഹം സമ്മതിച്ചു പൊന്നാനിയിൽ നിന്ന് കാടാമ്പുഴ വഴിക്ക്, അതുപോലെ കുറ്റിപ്പുറം വഴിക്ക്, കോട്ടക്കൽ വഴിക്ക്, മഞ്ചേരി, അരീക്കോട്, വൈക്കടവ്, ഊട്ടിയിലേക്ക് ഒരു നാഷണൽ ഹൈവേക്കുള്ള ഒരു പദ്ധതിക്ക് അവർ തത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകിയിട്ടുണ്ടെന്ന് കൂടി പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. മലപ്പുറത്ത് ഒരു റവന്യൂ ടവർ കലക്ടറേറ്റ് 80 കോടി രൂപ ചെലവിൽ ഒരു റവന്യൂ ടവർ ഈ ബഡ്ജറ്റിൽ അത് പണം വെച്ചു. അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെയായി ഇനി അതിന്റെ പ്ലാനും എസ്റ്റിമേറ്റ് കിട്ടിയാൽ ഉടൻ തന്നെ 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 8 മാസം കൊണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കൂടുതലായി ഒന്നും തന്നെ പറയുന്നത്. അതുപോലെ തന്നെ ടൂറിസ്റ്റ് മേഖലയിൽ പൊന്നാനിയിലും നിലമ്പൂരും ചാലിയാറും ഒക്കെയുമായി ബന്ധപ്പെടുത്തി വലിയൊരു ടൂറിസം പദ്ധതിക്ക് രൂപം കൊടുക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം മലപ്പുറത്ത് നിന്ന് വേങ്ങര പോയി വേങ്ങരക്ക് NH66 പോകണമെങ്കിൽ ഒരുപാട് ഗതാഗത കുരുക്ക് വേങ്ങരയിൽ വരികയാണ്. മുമ്പ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മലപ്പുറത്തിന്റെ MLA ആയി ഇന്നലെ പ്രിയപ്പെട്ട സുഹൃത്ത് KM ഷാജി പഞ്ചായത്ത് വകുപ്പ് മന്ത്രി ഞങ്ങളെല്ലാവരും ഒരു മീറ്റിംഗ് വിളിച്ചു. 260 കോടി രൂപ ചെലവ് ഒരു ഫ്ലൈ ഓവറിന് രൂപം കൊടുത്ത് അതിന് ഫണ്ടും കണ്ടെത്തിക്കൊണ്ട് അടുത്ത അതിന്റെ ഡിസൈനും കാര്യങ്ങളും ഉണ്ടാക്കി വേങ്ങരയിൽ ഒരു ഫ്ലൈ ഓവർ വേങ്ങര ടൗണിലെ ഗതാഗതത്തിനുള്ള നടപടി കൂടി ഉണ്ടാകും എന്ന കൂടി സാന്ദർഭികമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല. നമുക്ക് ഈ സ്വാതന്ത്ര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നാടിന്റെ പുരോഗതി, മതസൗഹാർദ്ദം, മതസാമൂഹ്യം. നമുക്കൊക്കെ അറിയാം മലപ്പുറം ഇന്ന് ഇന്ത്യയിൽ എല്ലാവർക്കും മലപ്പുറം ഒരു മാതൃകയാണ്. ബാബരി മസ്ജിദിന് ദുരന്തം ഉണ്ടായ 1992 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ എല്ലായിടത്തും വർഗീയ സംഘർഷങ്ങൾ വളർന്നപ്പോൾ അതിനെ കേരളത്തെ മാത്രം മാറ്റി നിർത്തിയത് നമുക്കൊക്കെ ഓർക്കേണ്ട ഒരു മഹാനായ നേതാവുണ്ട്, പാലക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ.
അദ്ദേഹമാണ് കേരളത്തിൽ ഒരു വർഗീയ അസസ്യം ഇല്ലാതിരിക്കാൻ മതേതരത്തോടുകൂടി എല്ലാവരും സാഹോദര്യത്തോടുകൂടി കഴിയാൻ നമുക്കൊക്കെ ഊർജ്ജം നൽകിയ നേതാവ്. അതുകൊണ്ട് തന്നെ ഇന്ന് മലപ്പുറത്ത് എല്ലാവരും അഭിമാനത്തോടു കൂടി കാണുന്ന മലപ്പുറമാണ്. ആ മലപ്പുറത്തെ ചേർത്ത് പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അവസാനമായി പ്രിയപ്പെട്ടവരെ, സ്വാതന്ത്ര്യം ലഭിച്ചതല്ല, അത് നേടിയെടുത്തതാണ്. നേടിയെടുത്തതിനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതിനുള്ള പ്രതിജ്ഞയുടെ ദിവസമാവട്ടെ ഇന്ന് എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, ജയ്. താങ്ക് യു സർ. തുടർന്ന് ഇന്ന് രാവിലെ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മലപ്പുറം ആംഡ് പോലീസ് വിഭാഗം ഫസ്റ്റ് പ്ലേസ് മലബാർ സ്പെഷ്യൽ പോലീസ് പ്ലട്ടൂൺ. സെക്കൻഡ് ആംഡ് പോലീസ് വിഭാഗത്തിലെ ഒന്നാം സ്ഥാനം MSP പ്ലട്ടൂണിന് വേണ്ടി ഏറ്റുവാങ്ങുന്നു. സീനിയർ NCC ബോയ്സ് വിഭാഗം ഫസ്റ്റ് പ്ലേസ് ഗവൺമെന്റ് കോളേജ് മലപ്പുറം. സെക്കൻഡ് PSMO കോളേജ് തിരുവരങ്ങാടി. പ്ലട്ടൂൺ കമാൻഡേഴ്സ് മാർച്ച് ചെയ്ത് ഡയസിന് മുന്നിൽ അവിടെ ഫോളിനായി നിൽക്കേണ്ടതാണ്. ഓരോരുത്തരായി ഓർഡറായിട്ട് നിൽക്കുക, എന്നിട്ട് ട്രോഫി വാങ്ങുക. സ്ഥാനം MSP HSS മലപ്പുറം ജൂനിയർ NCC ബോയ്സ് ഫസ്റ്റ് പ്ലേസ് GB HS മലപ്പുറം. ഫസ്റ്റ് പ്ലേസ് MSP EMHS മലപ്പുറം. സെക്കൻഡ് പ്ലേസ്